ഈച്ചശല്യത്തിൽ പൊറുതിമുട്ടി തൃശൂരിലെ കുരിയച്ചിറ നിവാസികൾ. തൃശൂർ കോർപ്പറേഷന്റെ ജൈവ മാലിന്യ പ്ലാന്റിന്റെ അശാസ്ത്രീയ നടത്തിപ്പാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത്. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരുള്ള പ്രദേശത്താണ് ഈച്ചശല്യം രൂക്ഷമായിട്ടുള്ളത്. ഈച്ചശല്യം കാരണം വീടുകളിൽ ഭക്ഷണം പോലും പാകം ചെയ്യാനാവാത്ത ദുരവസ്ഥയിലാണ് ഒരു നാട്. ആ ദുരിതത്തിന്റെ നേർക്കാഴ്ച പകർത്തുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ. തൃശൂർ കുരിയച്ചിറയിൽ നിന്ന് സൂരജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന്റെ സാംസ്കാരിക നഗരിയാണ് തൃശൂർ. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന ഒട്ടേറെ പദ്ധതികൾ സമ്മാനിച്ച ഇടം. പക്ഷേ അങ്ങനെ ഒരു നാട്ടിൽ ഈച്ചയെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരിടമുണ്ട്. ആ നാട്ടിലേക്കാണ് ഈ യാത്ര. തൃശൂരിന്റെ നഗരഹൃദയം കുരിയച്ചിറ. എന്നാൽ നഗരത്തിന്റെ സൗന്ദര്യം തെല്ലുമില്ല. ഭയം ഉള്ളിലടക്കി ജീവിക്കുന്ന മനുഷ്യർ. ഭയപ്പെടുന്നതോ ഈച്ചയെ. കാണാൻ പോകുന്ന പൂരം കണ്ടറിയാമെന്നതുപോലെ കുരിയച്ചിറയിലെ ഈച്ചശല്യം എത്രമാത്രമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. മുറിച്ചെടുത്ത തണ്ണിമത്തനാണ്. ഇപ്പോൾ തന്നെ ഇത് ഈച്ച അരിച്ച് തുടങ്ങിയിട്ട് നമുക്കൊരു മിനിറ്റ് ഇത് ഈ മേശപ്പുറത്തൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ തന്നെ അറിയാം, എന്താ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഈച്ച. ഇത് എന്ത് ഭക്ഷണ വസ്തുക്കളും, അത് ഏത് വീട്ടിൽ നിന്ന് വേണ്ട, കടകളിൽ നിന്ന് വേണ്ട, എവിടെ എന്ത് ഭക്ഷണ വസ്തുക്കൾ വെച്ചാലും ആ സമയം തന്നെ ഇതുപോലെ ഈച്ചയായിരിക്കും. ഇതോടുകൂടി ഭക്ഷണം കഴിച്ചു പോലും ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുകയാണ് കുരിയച്ചിറക്കാർ എന്നുള്ളതാണ് ഇവിടത്തുകാർ ആകെ പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കാരണങ്ങൾ എന്തെന്ന് കൂടി പരിശോധിക്കാം. പിന്നെ ഇവിടെ 2 വയസ്സായ ഒരു ഉണ്ണീൻ്റെ, അവന് ഉറങ്ങാൻ പറ്റണില്ല. ഉറങ്ങുമ്പോൾ ഞങ്ങൾ ഒരാൾ വീശിരിക്കണം. 85 വയസ്സായ ഒരു അമ്മാമ്മയുണ്ട്, അവർ ഒന്നും ഉറങ്ങാം, ഞങ്ങൾക്ക് വരെ ഉറങ്ങാൻ പറ്റണില്ല. മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് കുരിയച്ചിറക്കാരുള്ളത്. എന്തായാലും ഈ പ്രതിസന്ധി ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഉണ്ടായതല്ല. ഇത് കുറച്ച് കാലങ്ങളായി ഇവരുടെ അവസ്ഥ ഇങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയായിട്ട് ഇവിടുത്തെ ഈച്ചശല്യം എത്രത്തോളം? ശല്യം എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു 3-4 ആഴ്ചയുടെ മേലെയായിട്ട് ഇവിടെ കിടന്നുറങ്ങാൻ വരെ സാധിക്കുന്നില്ല. അവർ തന്നെയല്ല, കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് ഒരു ഭക്ഷണം പാകം ചെയ്ത് ഭർത്താക്കന്മാർക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ ഫുഡ് വേസ്റ്റുകൾ കംപ്ലീറ്റ് കൊണ്ടു. ഇവിടെ യാതൊരുവിധ സജ്ജീകരണങ്ങളും ഇല്ലാണ്ട്, അത് ഡ്രൈ ആക്കാനോ ഒരു സംവിധാനം പോലും ഇല്ലാണ്ട് ഇവിടെ ഡംപ് ചെയ്തിട്ട് അതിൽ നിന്ന് ഈച്ചകൾ കംപ്ലീറ്റ് ഈ പരിസരത്തുള്ള 1 കിലോമീറ്ററിന് ചുറ്റളവിലുള്ള എല്ലാ വീടുകളിലും ഈച്ചകളാണ്. കൊച്ചങ്ങൾക്ക് കിടന്നുറങ്ങാനോ അതേമാതിരി ഞങ്ങൾ ഇപ്പം അതിൻ്റെ ഉള്ളിലുള്ള ഞങ്ങൾ പലതവണ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ജോലിക്കാർ പോലും ഡെറ്റോൾ ഇട്ട് കുളിക്കേണ്ട ഗതികേടാണ്. കുരിയച്ചിറയിലെ ഏത് വീട്ടിലെത്തിയാലും വീടിന് മുന്നിൽ നമുക്കിത് ഇതുപോലെ പേപ്പർ ഷീറ്റുകൾ കാണാം ഈച്ചയെ പിടിക്കാനുള്ള. അത് ഇതിൽ മാത്രമാണ് ഇപ്പോൾ ഇവരുടെ ആശ്രയം. കാരണം വീടിൻ്റെ എല്ലാ വാതിലടച്ചിട്ട് വീട്ടുമുറ്റത്ത് ഈ പേപ്പർ ഷീറ്റ് വെച്ചതിന് ശേഷം ഈച്ചയെ പിടിക്കുകയാണ്. കാരണം വീടിനകത്തൊന്നും ഇരിക്കാൻ കഴിയാത്ത അത്രയും സ്ഥിതിയിലാണ്. നല്ലേട്ടാ? അതെ, എൻ്റെ വീട് ഈ പ്ലാന്റിൻ്റെ അടുത്ത പരിസരത്ത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ പ്രായ അമ്മയുണ്ട്, എനിക്ക് 3 മക്കളുണ്ട്. ചെറിയ കുട്ടി 5ൽ പഠിക്കുന്ന കുട്ടിയാണ്, പിന്നെ ഭാര്യയുണ്ട്. ഞങ്ങൾ 6 പേരാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്. അപ്പം എൻ്റെ മോൾക്ക് മിനിയാന്ന് തൊട്ടിട്ട് പനിയാണ്. അപ്പം ഇന്നാണ് അവളൊന്ന് എനിക്ക് ഭക്ഷണം കഞ്ഞി കുടിച്ചിരിക്കുന്നത്. ഈ മാറിയുള്ള രോഗങ്ങൾ മൂലം ഞങ്ങൾ തോറ്റു. ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി അടുക്കളയിൽ വെച്ച് സ്വൈര്യമായി പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തെല്ലാം ഈച്ച വന്നിരുന്ന കറകളാണ്. ഈ കബോർഡിലെല്ലാം ഈച്ച വന്നിരുന്ന പാടുകൾ ദൃശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ വീടിനകത്ത് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഈ പാത്രത്തിന് മുകളിൽ ഈച്ച അരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലേക്ക് ജീവിതം പോകുന്നു എന്നുള്ളതാണ്. അല്ലേ? ശരിയാണ്, ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. ഇപ്പോൾ വീട്ടിലിപ്പോൾ ചോറിനാൻ വെച്ചാലും അതിൻ്റെ മുകളിൽ കിടന്ന് ഈച്ച വന്നൊരു മുഖത്ത് വന്നിരിക്കുക. നമ്മൾ ഭക്ഷണം വായി കഴിക്കുമ്പോൾ തന്നെ മുഖത്ത് വന്നിരിക്കുക. ഭയങ്കര ദയനീയമായ അവസ്ഥ തന്നെയാണ്.
കുരിയച്ചിറക്കാരുടെ ഉറക്കം കെടുത്തുന്ന ഈച്ച എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇക്കാണുന്ന OWC പ്ലാന്റ്, അതോടൊപ്പം തന്നെ എതിർവശത്തുള്ള അറവുശാല. അങ്ങനെ തൃശൂർ കോർപ്പറേഷൻ നടപ്പിലാക്കിയ വിവിധ മാലിന്യ സംസ്കരണ പദ്ധതികളുടെ ഇരയായി യഥാർത്ഥത്തിൽ മാറുന്നത് ഇവിടത്തുകാരാണ്. കുറെ ഈ പ്ലാന്റുകളുടെ എല്ലാം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടത്തുകാരായി മാറുകയാണല്ലേ? അതെ. ഞാൻ ഈ പ്ലാന്റിൻ്റെ ഈ സമരസമിതിയുടെ ജനറൽ കൺവീനറാണ്. എൻ്റെ പേര് ഡോക്ടർ ടോമി ഫ്രാൻസിസ് എന്ന ആളാണ്. നിങ്ങൾക്ക് കാണാം, ഇതാണ് ഈ OWC പ്ലാന്റിൻ്റെ ഗേറ്റ്. ഞങ്ങളൊക്കെ മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പേഴ്സാണ്. ഇത് ചെയർമാൻ, അപ്പുറത്ത് കൗൺസിലറുണ്ട്, അതുപോലെ തന്നെ അത് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങളെ ആരെയും ഇതിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഈ പ്രശ്നം വന്നേ പിന്നെ ആരെയും അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല. ഇതേപോലെ ചങ്ങലിട്ടിട്ടാണ് ഇവിടെ പൂട്ടിയിട്ടുള്ളത്. കുരിയച്ചിറയിൽ കോർപ്പറേഷൻ സ്ഥാപിച്ച ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിരവധി ജനങ്ങളാണ്. രോഗങ്ങൾ വരാൻ തുടങ്ങിയതോടെ പലരും താമസം തന്നെ മാറിപ്പോകാൻ തുടങ്ങി. കോർപ്പറേഷന്റെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയമായ പരിചരണമാണ് ഇതിനു കാരണമെന്നാണ് കൗൺസിലർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വേസ്റ്റ് എല്ലാ വീടുകളിൽ നിന്നും നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്ത് ഈ OWC പ്ലാന്റ് വരുമ്പോൾ അത് ഈർപ്പത്തോടു കൂടിയിട്ടാണ് ഈ വേസ്റ്റ് കൊണ്ടുവരുന്നത്. ഈ ഈർപ്പത്തോടു കൂടി വേസ്റ്റ് കൊണ്ടുവരുമ്പോൾ അത് ഉണക്കാനുള്ള ഒരു സജ്ജീകരണ മെഷീനറി അവിടെ ഇല്ല. അത് എഞ്ചിനീയർ സെക്ഷനിൽ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. നിരുത്തരവാദിത്തപരമായിട്ടാണ് ഈ അധികാരികൾ, കോർപ്പറേഷൻ അധികാരികൾ, തൃശ്ശൂർ കോർപ്പറേഷൻ അധികാരികൾ പെരുമാറുന്നത്. ഹെൽത്ത് വിഭാഗത്തിനില്ല, എഞ്ചിനീയറിംഗ് വിഭാഗത്തിനില്ല, ആർക്കും ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് അറവുശാലയ്ക്കെതിരെ ജനങ്ങൾ സമരം സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് ജൈവമാലിന്യ പ്ലാന്റിനെതിരെയും ജനങ്ങൾ സമരരംഗത്തേക്ക് വരികയാണ്. ഈച്ച എന്ന സിനിമയിൽ നായകനായി എത്തുന്ന ഈച്ചയ്ക്ക് കൈയടിച്ചവരാണ് നമ്മളിൽ പലരും. പക്ഷേ കുരിയച്ചിറയിൽ വില്ലനാണ് ഈച്ച. ജനങ്ങളുടെ സ്വൈരജീവിതം തന്നെ കെടുത്തുന്ന വില്ലൻ. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24.